ഞാനിപ്പോഴുള്ളത് ഓസ്ട്രിയയിലെ ലിൻഡ് എന്ന ഗ്രാമത്തിലെ ഒരു വീട്ടിലാണ്. നമ്മുടെ രാജ്യത്ത് ഉള്ളതുപോലെ തന്നെ വന്യജീവികൾ ധാരാളമായി ഉള്ളതും വന്യജീവി സംരക്ഷണത്തിന് കൃത്യമായ നിയമങ്ങളുമുള്ള ഒരു രാജ്യമാണ് ഈ യൂറോപ്പിലെ ഓസ്ട്രിയ. ഇത് ഈ ഗ്രാമത്തിലെ കൃഷിക്കാരായിട്ടുള്ള ആളുകൾ, അവർക്ക് മൃഗങ്ങളെ വെടിവെക്കുന്നതിന് ലൈസൻസ് ഉള്ള ആളുകളുടെ ഒരു വീടാണ്. ഈ വീട്ടില് 5 ആളുകൾ ലൈസൻസ് ഉള്ള ഹണ്ടേഴ്സ് ആണ്, അനുവാദം കിട്ടിയിട്ടുള്ള ഹണ്ടേഴ്സ് ആണ്. അപ്പോൾ അവര് പല ഘട്ടങ്ങളിലായി വെടിവെച്ച് കിട്ടിയിട്ടുള്ള മൃഗങ്ങൾ, മാനുകളുടെ കോപ്പുകൾ, അതുപോലെ നമ്മുടെ നാട്ടിലെ പലതരത്തിൽ നമ്മുടെ നാടുമായി ബന്ധമുള്ള കണ്ടെത്താൻ പറ്റുന്ന മൃഗങ്ങൾ, അണ്ണാൻ പോലുള്ള മൃഗങ്ങൾ, മലയണ്ണാൻ പോലുള്ള മൃഗങ്ങൾ, അതിന്റെ ചെറിയ രൂപങ്ങൾ, ഇത് കുറുക്കൻ, മാനുകൾ, അതിന്റെ മറ്റ് സ്ക്യൂറൽസ്, നമ്മുടെ നാട്ടിലുള്ള പക്ഷികൾ തുടങ്ങിയുള്ള എല്ലാ മൃഗങ്ങളുടെയും ഭാഷയുണ്ട്. ചെറുതും വലുതുമായ മൃഗങ്ങളുടെ തലയോട്ടികൾ, ഇത് കുറുക്കൻ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ തോലുണങ്ങി സൂക്ഷിച്ചിട്ടുള്ളതാണ്. പക്ഷികളുണ്ട്, മറ്റ് മൃഗങ്ങളും ഒക്കെയുണ്ട്. അവിടെ ആ ഭിത്തിയിലും ഒക്കെ കാണുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് മൃഗങ്ങളാണ്. അപ്പൊ ഇത് ഇവിടുത്തെ നിയമങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കൃത്യതയോടുകൂടി നിർവഹിക്കുന്ന ഒരു കൃത്യമാണ് ഇവിടുത്തെ നായാട്ടെന്നുള്ളത്. നമ്മളിപ്പോൾ കേരളത്തിൽ സംസാരിക്കുന്നത്, ഇന്ത്യയിൽ സംസാരിക്കുന്നത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചും വന്യജീവി സംഘർഷം എങ്ങനെ നമുക്കതിനെ പരിഹരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ്. അതിന് കൃത്യമായ ഒരു ഉദാഹരണമാണ് ഈ ഓസ്ട്രിയയിൽ നടക്കുന്ന ഇതുപോലുള്ള പ്രാക്ടീസുകൾ. ഇവിടെ കൃഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിന് ആവശ്യമായ കൃത്യമായ പരിശീലനം നൽകും. ആ പരിശീലനത്തിന്റെ ഭാഗമായി അവരെ പഠിപ്പിക്കുന്നതിൽ ഒട്ടനവധി മാർഗങ്ങളുണ്ട്. ഇത് അവർക്ക് പരിശീലനം നൽകുമ്പോൾ ഇതിപ്പോൾ സാമ്പാണ്ടിയാണ് മാനുകളെ വെടിവെക്കുന്നതിനെ സംബന്ധിച്ച് എവിടെയാണ് വെടിവെക്കേണ്ടത്, ആ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി അവരുടെ പഠനത്തിന് കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ, ഇതെല്ലാ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. ഓരോ മൃഗങ്ങളെ സംബന്ധിച്ചും ആ മൃഗങ്ങളെ എങ്ങനെയാണ് വെടിവെക്കുക, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നതിനെ സംബന്ധിച്ചുമൊക്കെയുള്ള കൃത്യമായ പരിശീലനം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ മൃഗങ്ങളെ വെടിവെക്കുന്നത്. അതോടൊപ്പം തന്നെ മൃഗവേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന തോക്കുകളുടെ കാരിയേഴ്സ്, ആയുധങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കൃത്യതയോടുകൂടി തന്നെ ഇവർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് എല്ലാ തരത്തിലുള്ള ആയുധങ്ങൾ, ഇത് ഇവരുടെ വീട്ടിൽ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിലെ ബാങ്കുകളിലൊക്കെ കാണുമ്പോൾ ചെസ്റ്റിന് സമാനമായിട്ടുള്ള ഒരു സൗകര്യമാണ്. ഇവിടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിന് എല്ലാവിധത്തിലുള്ള ആയുധങ്ങളും, അതായത് തോക്കുകൾ, വിവിധ തരത്തിലുള്ള വിവിധ മൃഗങ്ങളെ വെടിവെക്കുന്നതിനുള്ള ഏറ്റവും കൂടിയ തരത്തിലുള്ള ലൈസൻസ് ഉള്ള തോക്കുകളാണുള്ളത്. പലതരത്തിലുള്ള തോക്കുകൾ നമുക്ക് ഈ ചെസ്റ്റിനുള്ളിൽ കാണാൻ സാധിക്കും. ഇത് മറ്റു തോക്കുകളാണ്. എല്ലാ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഓരോരുത്തരുടെയും തോക്കുകളും അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ആയുധപ്പുരയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഏറ്റവും ശാസ്ത്രീയമായി വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി കാടിന്റെ ആവാസ വ്യവസ്ഥയിൽ, ആ ആവാസ വ്യവസ്ഥയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന അതിന്റെ വാഹക ശേഷിക്ക് ഉതകുന്ന വിധത്തിലേക്ക് മൃഗങ്ങളുടെ എണ്ണത്തെ പരിമിതപ്പെടുത്തുക എന്ന ശാസ്ത്രീയമായ സമീപനം നിയമപരമായി തന്നെ അംഗീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. നമ്മൾ ഓസ്ട്രിയയിലൂടെ, യൂറോപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ വനങ്ങളും സ്വകാര്യ വനങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ആ സ്വകാര്യ വനങ്ങളിൽ തന്നെ മൃഗങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതിനെ വേട്ടയാടാൻ അനുവദനീയമായ സമയത്ത്, അനുവദനീയമായ നിലയിൽ, നിയമാനുസൃതമായി തന്നെ വേട്ടയാടുകയും അതിന്റെ മാംസം ഉപയോഗിക്കുകയും മറ്റ് ശേഷിപ്പുകളൊക്കെ ഓരോ ഘട്ടത്തിൽ ഇപ്പൊ ട്രോഫി ഹണ്ടിങ് ആയി മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും പരിഷ്കൃതമായ സമീപനം അത് ലോകത്താകമാനമുണ്ട്. അതാണ് ഇന്ത്യ പോലുള്ള സ്ഥലത്ത് വേണ്ടത്. 1972 വന്യജീവി സംരക്ഷണ നിയമം, അത് അന്ന് നിയമത്തിൽ കൊണ്ടുവരുമ്പോൾ വന്യജീവി സംരക്ഷണം എന്ന സങ്കല്പത്തിൽ അതിനെ കൊണ്ടുവരികയും പിന്നീട് അതിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകാതെ വന്യജീവികളുടെ എണ്ണം വല്ലാണ്ട് പെരുകുകയും കാടിന്റെ ആവാസ വ്യവസ്ഥ വിട്ട് അത് പുറത്തേക്ക് വന്ന് മനുഷ്യനെ കൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ മനുഷ്യനെ കൊടുക്കേണ്ട 10 ലക്ഷം രൂപ, ആ 10 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപയോ വേണമെന്ന തർക്കത്തിലേക്ക് വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ സാധ്യതകളെ ചുരുക്കിയെടുക്കുന്ന ഏറ്റവും പ്രാകൃതമായ സമീപനം സൂക്ഷിക്കുമ്പോഴാണ് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇതുപോലുള്ള മാതൃകകളുള്ളത്. ഈ മാതൃക നേരിൽ കണ്ടപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്കായി കൊണ്ടുവരികയാണ്. ചർച്ചകൾ തുടങ്ങട്ടെ. നമ്മുടെ നാട്ടിൽ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ എണ്ണം വർദ്ധിച്ചാൽ അതിന്റെ മനുഷ്യ പോപ്പുലേഷൻ കൺട്രോൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ, പക്ഷെ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ അത് വന്യജീവി സങ്കേതങ്ങളുടെ പുറത്തേക്ക് വരുമ്പോൾ
അതിനെ വീണ്ടും അതിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് വിസ്തൃതി വർദ്ധിപ്പിച്ച് മനുഷ്യനെ ഉപദ്രവിക്കുന്ന തരതിരിഞ്ഞ സംവിധാനമല്ല, മറിച്ച് മനുഷ്യനെയും മൃഗങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കുന്ന, ആവാസ വ്യവസ്ഥയെ ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന, ഇതിനെ നിലവിൽ സസ്റ്റൈനബിളായി വന്യജീവി സംരക്ഷണം നിലനിർത്തുന്ന സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ്, ഇതിന്റെ സുസ്ഥിരമായ വന്യജീവി സമിതിയുടെ മാനേജ്മെന്റ്, അതോടൊപ്പം തന്നെ സസ്റ്റൈനബിൾ യൂസ് ഓഫ് വൈൽഡ് ലൈഫ്, ഏറ്റവും പുതിയതായി ഇപ്പൊ ലോകം അംഗീകരിച്ചിട്ടുള്ള സസ്റ്റൈനബിൾ യൂസ് ഓഫ് വൈൽഡ് ലൈഫ് എന്ന ഏറ്റവും പുതിയ അംഗീകൃതമായ സമീപനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. അതിന്റെ ഒരു ഉത്തമ മാതൃകയാണിത്. ഇവിടെ വന്യജീവികളെ സുസ്ഥിരമായ ഉപയോഗത്തിന് ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം. അത് നേരിൽ കണ്ടപ്പോൾ അത് നിങ്ങളുടെ അറിവിലേക്കായി ഷൂട്ട് ചെയ്തതാണ്. അത് നിങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. നമസ്കാരം.